ARMB Medical College Student Council, welcome to my resort. ഹായ്. നിങ്ങളുടെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ച് എല്ലാ കാര്യം സംസാരിച്ചിട്ടുണ്ടായിട്ടാ. എല്ലാം ഇവിടെ സെറ്റാണ്. വന്നോളൂ. ഓക്കെ. ഈ ഫോമിലൊന്ന് സൈൻ ചെയ്ത് ജസ്റ്റ് ഫോർമാലിറ്റീസ് അത്രേ ഉള്ളൂ. ഞാനും നിങ്ങളുടെ പ്രിൻസിപ്പളും തമ്മിൽ ക്ലാസ്മേറ്റാ. അവനും ഫാമിലിയായിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. രണ്ടെണ്ണം അങ്ങോട്ട് കാച്ചു. രാമുവേ, ഇവർക്ക് ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വാ. വാടാ, അവൾ ഓക്കെ ആവും. ഡാ ശങ്കു, വാ. ഡെസ്പാലടാ, വാടാ. എന്നാ ഇത് കുടി, എല്ലാം ഓക്കെ ആവും. ഇത് കുടിയടാ. ഞാൻ ലച്ചനോട് സംസാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല. ഒരു കാര്യം ചെയ് ശങ്കു, നീ തന്നെ പോയി സംസാരിച്ചു നോക്ക്. ഞാൻ പോയി സംസാരിക്കട്ടെ എന്നാ. ഇപ്പോൾ സോൾവ് ആക്കിയേ പറ്റൂ. അവൻ പോട്ട്, നീ കുടിച്ചോ. ലച്ചു, ലച്ചു, എന്തോന്നും മിണ്ടാത്തെ? അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? എന്താ അതിന് മാത്രം എന്താ ഉണ്ടായെന്നോ? ഇത്ര നേരം ഉണ്ടായിട്ട് ഇപ്പോഴാണോ ചോദിക്കുന്നത് എന്തോ ഉണ്ടായെന്നോ? നിന്റെ പഞ്ചറ ഡയലോഗ് കൊണ്ടിൻ്റെ അടുത്ത് വന്നോണ്ടല്ലോ. ലച്ചു, എടാ ഞാൻ വണ്ടി വെച്ച് ഇത്തിരി ഓവറായി പോയി. സോറി ലച്ചു, ഒന്ന് ക്ഷമിക്ക്. നിന്നോട് ഞാൻ ചോദിക്കണമായിരുന്നു നീ എന്തിനാ അവനെ തല്ലിയെന്ന്. പക്ഷെ ആ സമയത്ത് ലച്ചു എല്ലാം കൂടി എനിക്ക് പറ്റിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോയി എല്ലാം കൂടി ആയപ്പോൾ. നീ എന്നെ എന്ത് വേണേ ചെയ്തോ, അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ട് ലച്ചു. പ്ലീസ് ലച്ചു ഒന്ന് വരാം. പ്ലീസ് ലച്ചു. എന്താ അവിടെ? ഒന്നുമില്ല. അവൻ നിന്ന് ചിണുങ്ങുന്നു. മാണി സാർ ഇന്ന് വൈകുന്നേരത്തെ DJ-ക്ക് 4 സ്ലോട്ട്സ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പോയാലോ? പോയാലോ? ലച്ചു, അതില്ലേ ഒരു ദിവസം എൻ്റെ കൈ എൻ്റെ അച്ഛൻ നിന്റെ കയ്യിലേക്ക് വെച്ചു തരും. അന്ന് രാത്രി ഞാനൊരു ഗ്ലാസ് പാലൊക്കെ ആയി നിന്റെ അടുത്ത് വരും. പിന്നെ അതിന്റെ പകുതി നീയും പകുതി ഞാനും കുടിച്ചു കേട്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. You smell so hot. ഒരു കാര്യം പറയാം. ആമസോൺ വരുത്തിയ പെർഫ്യൂമാ. എന്ത് പൊട്ടനാ? പൊട്ടനാ? ഒന്ന് പോടി. ഷർട്ട് ആരും വരാൻ പറഞ്ഞില്ലല്ലോ. ഷർട്ട് ഇടും. നിനക്ക് ചെമ്പകപ്പൂവിന്റെ മണോ? പോയി നോക്കാം. നിങ്ങളായിരുന്നാ അവിടെ പോയി ഇരിക്കടാ. എടാ അതെ, ഒരു അടിപൊളി ഐറ്റം കിട്ടിയിട്ടുണ്ട്. ആൽക്കഹോൾ ബൂസ്റ്റർ. ഒരു പ്രാവശ്യം അടിച്ചാൽ 5 പ്രാവശ്യം അടിച്ച എഫക്റ്റ് കിട്ടും. നമ്മുടെ മായണ്ണൻ്റെ വാങ്ങിച്ചാണ്. പക്ഷെ കുറച്ച് പൈസ ആവശ്യമുണ്ട്. അത് നീ തരണോളിയാ. മായണ്ണനാ? അതാര്? എടാ മറ്റേ അണ്ണല്ലേ ഇന്ന് വൈകുന്നേരം ബൈക്കിൽ വന്ന് ഷോ ഇറക്കി പിന്നെ നമ്മളെ കമ്പനിയായ ആ അണ്ണ. എടാ എടാ, നീ വേണ്ടാത്ത വള്ളിയൊന്നും പിടിച്ച് വലിക്കല്ലേ. ഇതാരേതാന്ന് ഒരു പിടിയില്ല. ഇതുപോലെ മയക്ക് വരുന്നാണെങ്കിലോ? എടാ ഇത് മയക്ക് മരുന്നൊന്നല്ല അളിയാ, നമുക്കൊന്ന് അടിച്ചോ കളിയാ. വെറും ആൽക്കഹോൾ ബൂസ്റ്റർ അത്. പ്ലീസറാ ഒന്ന് അടിക്കാടാ. നിനക്ക് ഇതിനെ കുറിച്ച് എന്തറിയാ? എടാ ചൈനയിലെ DX സെന്ററിൽ ആൽക്കഹോൾ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ സാധനം. എടാ ഇതൊരു സിമ്പിൾ മെഡിസിനാ. 100 ml ഇതിട്ട് കുടിച്ചാൽ 1 ലിറ്റർ കുടിച്ചാൽ കിക്ക് കിട്ടും. അതായത് ബീറ്റാമീത്തേൻ ടെട്രാക്ലൂറോ എൽ ഗ്ലൂട്ടമൈൻ. സിമ്പിൾ മെഡിസിൻ.
ലച്ചു ഇത് വേണോ? അവന്റെ ഒരു ആഗ്രഹമല്ലേ, നമുക്കൊന്ന് വാങ്ങി നോക്കാം. എത്രയാവോടാ? എടി ഞാനേ 500 രൂപ കൊടുത്തിട്ടുണ്ട്, ബാക്കി പൈസ നിങ്ങൾ തന്നാൽ മതി. അപ്പൊ എത്ര തരണം? ഒരു 9500, അതായത് 9500 ബക്സ്, അത്രേ ഉള്ളൂ. അത്രയും കാശ് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? അങ്ങനെ ഗൂഗിൾ പേ ഒന്നുമില്ല. ഉണ്ടാ? ഇല്ല, പൈസ ആയിട്ടുണ്ടെങ്കിൽ ഇതാ. ഒരു കാര്യം എന്ത് ചെയ്യ്, ചെയ്യും? എൻ്റെ വല്ലതും കാണും. ഉണ്ടാ? ഞാൻ തരാം. എടാ അച്ഛൻ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. അപ്പോ ഞാനിപ്പോ നീയും പോണോ? ആ ഹലോ. ആ അച്ഛാ. മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു. നാ, അളിയാ, പോയിട്ട് വാ. സോറി അളിയാ, ഞാൻ പൈസയും കൊടുത്ത് ടക്കനെ വരാം. പുള്ളി എന്നെ അവിടെ കാത്തു നിൽക്കുകയാണ്. പിന്നെ നമുക്ക് പോയിട്ട് വന്നിട്ട് ബിയർ വാങ്ങിച്ച് ഇത് അതിനകത്തിട്ട് അടിച്ച് പൊളിച്ച് രാത്രി തിരിച്ചു വരാം, പൊളിക്കാം. പൊന്നേ, എൻ്റെ ഒരു കാര്യം. ശ്ശോ. ലച്ചു, എന്ത് പറ്റി ലച്ചു? ഗൗരാൻറ്റിക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് ICU അഡ്മിറ്റ് ചെയ്തെന്നു. നിന്നെപ്പോഴും വീഡിയോ കോൾ വിളിക്കുന്ന ആൻറ്റിയാണോ? ആ. ഓ ഷിറ്റ്. ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. എടാ, ലച്ചുവിന്റെ ആണ്ടിക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് ICU ലച്ചു, ഒന്നും പറ്റില്ല. She'll recover. എന്നാ നിങ്ങൾ രണ്ടുപേരും പോയി കിടന്നോ. അച്ഛൻ കുറച്ചേരം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റസേ, വാ പോവാ. മാളു, എന്തുണ്ടെങ്കിൽ വിളിക്ക്. ഓക്കെ ഓക്കെ. വാ പോവാ. ശംഖു, ട്രിപ്പ് നടക്കുമെന്ന് തോന്നലടാ. അവളെ ആന്റിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചാണ്. വല്ല ഇൻഫാർക്ഷൻ അയക്കൂ നീ. ആർക്കറിയാം. ഹലോ. ആ, നീ റെഡിയായാ? അല്ല, നിങ്ങൾ എന്താ റെഡി ആവുന്നില്ലേ? നമുക്ക് പോണ്ടേ? ആ പോണം. അപ്പൊ ഗൗരി ആന്റി എന്തായി? എടാ, അവളുടെ ആന്റിക്ക് ഗ്യാസ് കയറിയതായിരുന്നു. അവര് വെറുതെ സംസാരിച്ച് ഓവറാക്കിയതാ. പിന്നെ രാത്രി ആയതുകൊണ്ട് നിങ്ങളെ അറിയിക്കാൻ ഞാൻ. അല്ല, സംസാരിച്ചൊക്കെ സമയമില്ല. വേറെ റെഡി വാടാ, പോവാ. ഇതെന്താ ചേട്ടാ, എന്തുറ്റി? ഒന്നുമില്ല മോളെ, ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞ് കംപ്ലീറ്റ് ഓഫായി കിടക്കുക. എത്രയും പെട്ടെന്ന് ഇവരെ എടുത്ത് ഇവിടുന്ന് മാറ്റണം, ഇല്ലെങ്കിൽ മുതലാളിയുടെ തെറി മൊത്തം ഞങ്ങൾ കേൾക്കേണ്ടി വരും. ഡേയ്, ശ്വാസം ഉണ്ടോ? അല്ല, ചെക്കൗട്ട് ആണോ? അല്ലല്ല, നമ്മൾ ട്രക്കിങ്ങിന് പോയിട്ട് വരാം ചേട്ടാ. ഓക്കെ, ശരി, പോയിട്ട് വാ. റൈറ്റ്. എല്ലാം കിടക്കണ എല്ലാം അടിച്ച് ഓഫായി കിടക്കണേ. അതെന്തെങ്കിലും ആവട്ടെ, നീ കേറ്, നമുക്ക് പോവാം. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. സൂക്ഷിച്ചു, ഇത് ബാക്കി വെച്ചേ. എടാ, എനിക്ക് ഇന്നലത്തെ നല്ല ഹാങ് ഓവർ ഉണ്ട്. ഞാൻ ഇതൊന്ന് അടിച്ചോട്ടെ. രാവിലെ തന്നെ വേണോ? അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട്. ഈ സാധനം അടിച്ചാല നമുക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി അടിക്കാം. നിങ്ങൾ അടിക്കണ്ട, ഞാൻ അടിച്ചോളാം. സെൽഫിഷ്. എന്തെങ്കിലും Cheers. പോലീസ്, പോലീസ്, മാറ്റി വെക്കടാ സാധനം, മാറ്റി വെക്കടാ. ഒതുക്കൊതുക്ക്. പണി പാണ് കളിയാ. എങ്ങോട്ടാ? സാർ, ഞങ്ങൾ ജസ്റ്റ് ട്രക്കിങ്ങിന് പോവാ സാർ. ഞങ്ങളെല്ലാവരും മെഡിക്കൽ സ്റ്റുഡൻസാ. ഇതൊക്കെ ആയിട്ടാണോ ട്രക്കിംഗ്? ഇതല്ല, ഇത് സാർ എടുത്തു. ആഹാ, നീ ഭയങ്കര ഹോസ്പിറ്റലാണല്ലോ ചെറുക്ക. എന്തോ പന്തികളുണ്ടല്ലോ.
ഒരു കാര്യം ചെയ്യും, സാറിനെ കണ്ടിട്ട് പോയാൽ മതി. സാറേ, കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. മദനങ്കൾ അതാരാ? എൻ്റെ നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. സാറേ, 2 പയ്യന്മാരും പെമ്പിള്ളേരും ഒക്കെ എന്തോ ചുറ്റിക്കളയും, അതിൽ കുപ്പിയൊക്കെ ഉണ്ട്. വണ്ടി ഓഫ് ചെയ്യടാ. മദനങ്കൾ അല്ലേ? ആടാ പേര് വിളിച്ചേ. എന്നെ എങ്ങനെ അറിയാം? ഞാനങ്ങളുടെ ക്ലാസ്മേറ്റ് ശ്യാമളയുടെ മോളാ. അമേരിക്കയിലുള്ള ശ്യാമള. അതെ. ഞാൻ ശ്യാമളയ്ക്ക് 1-2 മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിരുന്നു. റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അല്ല, അത് അമ്മ ഭയങ്കര തിരക്കില്ല അവിടെ. പിന്നെ ടൈം സോണും വേറെ ആണല്ലോ അവിടെ. ഞാനെന്തായാലും പറയാം അമ്മയോട് അങ്ങളെ പറയണം, മറക്കരുത്. എന്നാ ഞങ്ങള് പോകട്ടെ അങ്ങളെ? സാർ, ബിയറൊക്കെ ഉണ്ട്. ബിയർ എന്താ നിനക്ക് വേണം? ബിയർ അടിച്ചോ? അല്ല, പൊക്കോ. ശരി, താങ്ക് യു അങ്ങളെ. പറയണം അമ്മയോട്. പറയാം. ബൈ, ഹാപ്പി ജേർണി. സാർ, പോവാ. വണ്ടി മാറ്റിയറാ. ലച്ചു, ആരേ ഈ സി മദനൻ? അത് അമ്മയുടെ പഴയൊരു ക്ലാസ്മേറ്റാ. ഭൂലോക കോഴിയാ. കുറെ കാലം അമ്മയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മമ്മിയുടെ എക്സിനെ വിളിച്ച് പറ, ഞാൻ ബിയർ അടിക്കാണ്, നമ്മളതിനെ പിടിക്കല്ലേ. അയാളെ അവിടെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കാണായിരുന്നു. എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല. ഇതിന് ചിരിക്കാൻ എന്താ ഇത്ര ഉള്ള? നിന്റെ മമ്മിയുടെ എക്സ് വൈസ്